ഒരുപാട് മുൻഗാമികളായ മഹദിമാര് ധരിച്ചിരുന്ന പുണ്യമായ വസ്ത്രമാണ് ഫർദ. അതിനെ നീ തരം താഴ്ത്തല്ലേ, അതിനെ ഒരു മറയാക്കല്ലേ, ഈ ഉമ്മത്തിനെ നാണം കെടുത്തല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇതുപോലെയുള്ള പരിപാടികൾ നീ കാണിക്കുമ്പോ സർവ്വതും മറന്ന് യൂട്യൂബിലേക്ക് അതാ വീഡിയോ പിടിച്ചിടുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, പറഞ്ഞവനെ പറയാൻ പാടില്ലല്ലോ, പറഞ്ഞാല് പറയുന്നവനെ നാണം കെടുത്തുന്ന കാലമാണല്ലോ. നീ ധരിക്കുന്ന ഈ ഫർദയൊന്ന് ഊരി മാറ്റണേ മോളെ. ഈ ഫർദ ധരിച്ചുകൊണ്ട് നീ ഈ പരിപാടി കാണിക്കരുത്. ഈ വൃത്തികേടുകൾ ഈ ഫർദ ധരിച്ചുകൊണ്ട് കാണിക്കരുത്. കാരണം നീ ഇട്ടിരിക്കുന്ന ഫർദയ്ക്കൊരു മഹത്വമുണ്ട്, അതിനൊരു സ്ഥാനമുണ്ട്, അതിനൊരു വിലയുണ്ട്. ആ ഫർദ പെങ്ങളെ ആര് ധരിച്ചതെന്നറിയോ? അല്ലാഹുവേ, മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ധരിച്ചതാ, മഹദിയായ ഫാത്തിമ ബീബി ധരിച്ചതാ, ആയിഷ ബീബി ധരിച്ചതാ, സുമയ്യ ബീബി ധരിച്ചതാ, ആസിയ ബീബി ധരിച്ചതാ, മറിയം ബീബി ധരിച്ചതാ, നഫീസത്തുൽ മിസ്രിയ ധരിച്ചതാ, മൈമൂനത്തുൽ മിസ്രിയ ധരിച്ചതാ, റാബിയത്തുൽ അദബിയ ധരിച്ചതാ. സർവ്വതും മറന്ന് യൂട്യൂബിലേക്ക് അതാ വീഡിയോ പിടിച്ചിടുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, പറഞ്ഞവനെ പറയാൻ പാടില്ലല്ലോ, പറഞ്ഞാല് പറയുന്നവനെ നാണം കെടുത്തുന്ന കാലമാണല്ലോ. ഈ രാജ്യത്ത് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നിനക്കെന്തും ധരിക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നടക്കാം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരേ ഒരു അപേക്ഷയേ ഉള്ളൂ, മോളെ നീ എവിടെ വേണമെങ്കിലും പൊക്കോ, എങ്ങനെ വേണമെങ്കിലും നീ അടിച്ചു പൊളിച്ച് ജീവിച്ചോ, പക്ഷേ ഒരു ഉപകാരം ചെയ്യണേ, ഒരേ ഒരു കരുണ കാണിക്കണേ. എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? ഒരുപാട് മുൻഗാമികളായ മഹദിമാര് ധരിച്ചിരുന്ന പുണ്യമായ വസ്ത്രമാണ് ഫർദ. അതിനെ നീ തരം താഴ്ത്തല്ലേ, അതിനെ ഒരു മറയാക്കല്ലേ, ഈ ഉമ്മത്തിനെ നാണം കെടുത്തല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇതുപോലെയുള്ള പരിപാടികൾ നീ കാണിക്കുമ്പോ നീ ചിന്തിക്കേണ്ടത്, നീ നാളെ ആരുടെ പുറകിൽ നിന്നാ സ്വർഗത്തിൽ പോകേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാ കൊതിക്കുന്നവളാ. ആരാണ് ഫാത്തിമയെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളാരെന്നറിയോ? മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുന്നു, അലിയേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പകല് എന്നെ, രാത്രിയിൽ എന്നെ, പകലെന്നെ കബറടക്കരുത്, എന്നെ പകല് കബറടക്കരുത്, എന്നെ രാത്രിയിലെ കബറടക്കാവോ? അലിയാല് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തുകൊണ്ടാണ് പകല് കബറടക്കരുതെന്ന് പറയാനുള്ള കാരണമെന്താ? ആ സമയത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എന്റെ കഫം പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാണല്ലോ അലിയേ. പകലാണ് എന്നെ കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുമ്പോ, എന്റെ മയ്യത്ത് ചുമക്കുമ്പോ, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുമ്പോ അന്യ പുരുഷന്മാർ എന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ. എനിക്കത് ഇഷ്ടമല്ല അലിയേ. അതുകൊണ്ട് രാത്രിയിലെ എന്നെ കബറടക്കാവോ എന്ന് പറഞ്ഞ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ ഫാത്തിമയുടെ പുറകിൽ നിന്ന് സ്വർഗ്ഗത്തിൽ പോകാ കൊതിക്കുന്ന പെണ്ണ് എങ്ങനെ കഴിയുന്ന പൊന്നുമോള്, എങ്ങനെ കഴിയുന്ന പൊന്നുമോള്? നാണമില്ലേടാ ചെറുപ്പക്കാരാ?
പിച്ചക്കാരി എടാ പൈസയില്ലാത്ത പാവപ്പെട്ട മരത്തിന്റെ ചുവട്ടിലും കടത്തിണ്ടെങ്കിലും കിടക്കുന്ന പാവങ്ങളുണ്ടല്ലോ, ആ പാവങ്ങൾ ധരിക്കുന്നത് പോലെ കീറിപ്പറഞ്ഞ വസ്ത്രവും ധരിച്ച് നടക്കുന്ന ഫക്കീറായ ചെറുപ്പക്കാരാ, എടാ പൈസയില്ലാഞ്ഞിട്ടല്ലോ, വാങ്ങാൻ പണമില്ലാഞ്ഞിട്ടല്ലോ, പൈസ കൊടുത്ത് കീറിയ പാൻറ് മിറ്റിട്ട് നിന്റെ തുടയും നിന്റെ ഔറത്തും നാട്ടുകാർ പ്രദർശിപ്പിക്കുന്ന യുവത്വേ, വഴുത് കഴിഞ്ഞിട്ട് പോകുമ്പോ റോഡിലൂടെ പോകുമ്പോ പടച്ചവനെ മുണ്ട് മടക്കി കുത്തിയിട്ട് ഔറത്ത് വെളിയിൽ കാണിച്ചുകൊണ്ട് നാട്ടിലെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും പ്രദർശനം നടത്തുന്ന വാപ്പാ, എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാ, എങ്ങനെ വേണമെങ്കിലും നടക്കാ, ഈ രാജ്യത്ത് കേസില്ലല്ലോ. ഒരു പെണ്ണ് വ്യഭിചരിച്ചാ പോലും കേസില്ലാത്ത രാജ്യമല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ ആരെയും ഞാൻ നന്മ പഠിപ്പിക്കാൻ വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരോടും ഞാൻ വാശി കാണിക്കുന്നില്ല. എങ്ങനെ വേണമെങ്കിലും നടന്നോ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, അതിനുള്ള അവകാശം നിനക്കുണ്ടല്ലോ, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. പക്ഷേ ഖുർആനിലെ ഒരായത്ത് നീ മറക്കരുത്. ചെറുപ്പക്കാരോട് എനിക്ക് പറയാറുള്ളത്, ഉപ്പമാരോട് എനിക്ക് പറയാറുള്ളത്, നിങ്ങളെ മറക്കല്ലേടി പൊന്നുമോള്. വിവാഹ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ, ഫംഗ്ഷനുകളിലേക്ക് കടന്നു പോകുമ്പോ സർവ്വതും മറന്ന് യൂട്യൂബിലേക്ക് അതാ വീഡിയോ പിടിച്ചിടുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, പഠിച്ചവനെ പറയാൻ പാടില്ലല്ലോ, പറഞ്ഞാല് പറയുന്നവനെ നാണം കെടുത്തുന്ന കാലമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഒരായത്ത് ഓർത്തു വെച്ചോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് ഒരായത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരാ. എന്ത് മറന്നാലും ഇത് മറക്കല്ലേ, എന്ത് മറന്നാലും ഇത് മറക്കല്ലേ. ഏതായത്തെന്നറിയോ? കരിമ്പാറയിൽ കുത്തിവെക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കുത്തിവെക്കാനുള്ള ആയത്താണ്. നിങ്ങൾ എന്തു മറന്നാലും ഇത് മറക്കരുത്. ഏതായത്താ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. മറക്കല്ലേ വാപ്പാ, മറക്കല്ലേ ചെറുപ്പ. ആദം നബി സ്വർഗ്ഗത്തിലൂടെ ഇങ്ങനെ നടക്കുകയായി. ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശഅതുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ആദം നബി സ്വർഗ്ഗത്തിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പഴങ്ങൾ, അല്ലാഹുവേ തോട്ടങ്ങൾ, അരുവികൾ, പുഴകൾ, മനോഹരമായ സ്വർഗ്ഗം ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു 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 നടക്കുകയാ. ഒരു ദിവസം അല്ലാഹു ചോദിക്കുന്നു, ആദമേ, എന്താ നിനക്കൊരു സന്തോഷമില്ലാത്ത? ഈ സ്വർഗം തന്നിട്ട് പോലും നിനക്ക് എന്തേ ഒരു സന്തോഷമില്ലാത്ത? ആദം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. സ്വർഗത്തിൽ കിടക്കുന്ന ആദം നബി അള്ളാഹിനോട് പറയുകയാ, ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടും എന്തോ ഒരു കുറവുള്ളതുപോലെ. ഹവ്വാ റളിയല്ലാഹു തആല അൻഹുവിനെ കൊടുത്തപ്പോഴാണ് ആദം നബി പറഞ്ഞത്, ഇപ്പോഴാ റെഡിയായതെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് ഭാര്യയും ഭർത്താവും. സ്വർഗത്തിനേക്കാളും വലുതാ സഹോദര ദുനിയാവിലെ ജീവിതം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം തന്നെ സ്വർഗമാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ എന്തെന്നറിയോ? വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന. എല്ലാവരും ചോദിക്കുക, എന്തിനാ പെണ്ണ് കെട്ടണേ? പൈസക്കാണോ? അല്ലടാ. വിവാഹം കഴിക്കുന്നവന് 3 കാര്യങ്ങൾ ഉണ്ടാകും. ഒന്ന്, അവൻ അള്ളാഹു സമാധാനം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും? പറയടോ, എന്ത് കിട്ടും? ഉറക്കപ്പറ, എന്ത് കിട്ടും? നിങ്ങൾ എന്താ പറയണത്? പെണ്ണ് കെട്ടിയപ്പോഴാ അത് പോയെന്ന്. കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന് അള്ള പറയുന്നു. നീ പറയുന്നു, ഉസ്താദേ, ഈ സാധനം എന്നാണോ എന്റെ തലയിൽ കയറിയത് അന്നത്തോടു കൂടി അത് പോയെന്ന്. ഇതാണ് നമ്മൾ പറയണത്. കാരണം എന്ത്? നീ ജീവിക്കുന്നത് നോവല് നോക്കിയിട്ടാ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോറികൾ വായിച്ചിട്ട്, അല്ലെങ്കിൽ സീരിയലിൽ കടന്ന് അഭിനയിക്കുന്നത് പോലെ ജീവിക്കണം വെച്ചാൽ നടക്കോ? നിന്റെ പാവപ്പെട്ട അബൂബക്കർ ആക്ക എവിടെ തൂക്കിക്കൊണ്ട് പോയാലും നിന്നെ
എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ, അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂല് തന്റെ പൊന്നുമകളെ റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പോയി ഖിദ്മത്ത് ചെയ്യാൻ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾ അടുക്കളയിലൊക്കെ ഒന്ന് പോകണം, ആഴ്ചയിൽ ഒരു ദിവസം അടുക്കളയിൽ ഒന്ന് പോയി ആ പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കണം, സഹായിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം. അവളെ നമ്മൾ ആദരിക്കാൻ പഠിക്കും. ഭാര്യ ആദരിക്കണമെന്ന് എന്താ ഒരു കരിയണ തീവല്ല കത്തുന്നുണ്ടോ? ഭാര്യ ആദരിക്കാൻ പഠിക്കണം, പെണ്ണിനെ ആദരിക്കാൻ പഠിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അത് പിന്നീട് എപ്പോഴെങ്കിലും വേണ്ടത് പറയാം, ഇപ്പൊ സമയമില്ല. അപ്പൊ രണ്ടാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഏക മനുഷ്യരാണെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന 3ാമത്തെ ഗുണമെന്തെന്നറിയുമോ? പടച്ചറബ്ബേ, ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്ന സ്വഹാബിയാണ്. അല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത സ്വഹാബിയാ. പക്ഷേ അല്ലാഹു കൊടുത്തത് അല്ലാഹുവിന് തന്നെ തിരിച്ചു കൊടുക്കാൻ വല്ലാത്ത ഒരു മനസ്സുണ്ടായിരുന്നു. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, സഹാബ, യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്, അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സഹായിക്കണം. ആരാണ് സഹായിക്കുന്നത്? ആരാണ് സഹായിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനെ പള്ളിക്കകത്തിരുന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേൽക്കുകയാണ്. നഅം യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. 100 ഒട്ടകങ്ങളും ആ ഒട്ടകത്തിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും ഞാൻ തരാ നബിയേ. 100 ഒട്ടകങ്ങളും അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാ. കുറച്ചു സമയം കഴിഞ്ഞോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇനി ആരാ ഉള്ളത്? ഇനി ആരാ ഉള്ളത്? നഅം യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. 200 ഒട്ടകങ്ങളെ കൂടെ തരാ നബിയേ. ആദ്യം 100 കൊടുത്തു, പിന്നെ 200 കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്തു. പിന്നെയും ചോദിക്കുന്നു, സ്വഹാബ, ആരുണ്ട് സഹാബ? നഅം യാ റസൂലല്ലാഹ്, 300 കൂടെ തരാ നബിയേ. 300 കൂടെ തരാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. സ്വഹാബികൾ പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെ ചോദിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഉസ്മാൻ തങ്ങൾ തന്റെ സമ്പത്ത് മുഴുവനും കൊടുക്കുമായിരുന്നു. അതിനും മടിയില്ലാത്ത സഹാബിയാ, അതിനും മടിയില്ലാത്ത സഹാബിയാ. അല്ലാഹുവിന്റെ പ്രവാചകന് തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പിരിവ് നടത്തുമ്പോ, റസൂലുള്ളാഹി പിരിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നബിയേ, 900 അവിടെന്ന് പറയുകയാണ്, 950 ഒട്ടകങ്ങളെ തരാ നബിയേ, 50 കുതിരകളെ തരാ നബിയേ, 10,000 സ്വർണ്ണ നാണയം തരാ നബിയേ. അംബാനിയുടെ പണത്തിന്റെ വലിപ്പം കണ്ട് ഞെളിയുന്ന മനസ്സാ. മോനെ, അവനൊന്നും ഉസ്മാൻ തങ്ങളുടെ മുന്നിൽ ആരുമായിരുന്നില്ല. 950 ഒട്ടകങ്ങള്, 50 കുതിരകള്, 10,000-ഓളം വരുന്ന സ്വർണ്ണ നാണയം ഞാൻ തരാ നബിയേ. ഉസ്മാൻ തങ്ങൾ അങ്ങനായിരുന്നു. പടച്ചവനെ, അതാ നിങ്ങൾ ഇന്ന് മക്കത്തും മദീനത്ത് പോകുമ്പോ ഒരുപാട് കിണറുകൾ കാണുമല്ലോ. ഉസ്മാൻ തങ്ങളുടെ പേരുള്ള ഒരു കിണർ കാണുമല്ലോ. അല്ലാഹുവേ, ഒരു യഹൂദിയുടെ കയ്യിലിരുന്ന കിണറാട്, ഒരു യഹൂദിയുടെ കയ്യിലിരുന്ന കിണറാ. മുസ്ലിമീങ്ങൾക്ക് വെള്ളം കോരാൻ സമ്മതിക്കുന്നില്ല, മുസ്ലിമീങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാ ഈ കിണർ വാങ്ങിച്ചു കൊടുക്കുക? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, എത്ര രൂപ വേണം? 35,000 വെള്ളി നാണയം എണ്ണി അങ്ങോട്ട് കൊടുത്തു.
35,000 വെള്ളി നാണയം എണ്ണിക്കൊടുത്തിട്ട് ആ മനുഷ്യൻ ആ കിണർ വാങ്ങിയിട്ട് മുത്തുനബിയുടെ കയ്യിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബി ആ കിണർ ഞാൻ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തു, ആർക്ക് വേണമെങ്കിലും വരാം. അതാ മനസ്സ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ മക്കയും മദീനയും കഅബയൊക്കെ നമ്മൾ കഅബാലയത്തിൽ പോകുമല്ലോ, ആ കഅബയുടെ പുനർനിർമ്മാണം നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആര് ചോദിച്ചോ ആ ചോദിച്ച പൈസ കൊടുത്തിട്ടാ വാങ്ങിയത്. ആ ചോദിച്ചത് എത്ര രൂപയാണോ ആ സ്ഥലത്തിന് വേണ്ടി ഉടമ ചോദിച്ച പൈസ കൊടുത്തിട്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ കഅബാലയത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടി സ്ഥലം വാങ്ങി കൊടുത്തത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. നമ്മളെങ്ങാണ് ഒരു വട്ടം പള്ളിക്ക് 5 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കും, പണ്ട് തന്നില്ലേ? എടാ പള്ളിയുടെ പിരിവ് നടക്കുന്ന വല്ലതും താടാ, കഴിഞ്ഞ പിരിവിന് തന്നില്ലേ? തീർന്നു അതോടുകൂടി. നമുക്കങ്ങനെ ചോദിച്ചാൽ കൊടുക്കാൻ നമുക്ക് മനസ്സില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തന്ന സമ്പത്ത് അള്ളാഹിക്ക് തന്നെ കൊടുക്കുന്ന ഒരു മനസ്സ് അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അത് എല്ലാവർക്കും കഴിയില്ല. ചിലപ്പോ കോടിക്കണക്കിന് ആസ്തിയുള്ളവന് ചിലപ്പോ അതിനുള്ള മനസ്സുണ്ടാകണമെന്നില്ല. വാടക വീട്ടിൽ കിടക്കുന്ന അതിലെ വഴുതിന് വരുന്ന പെണ്ണുങ്ങൾ സ്വർണ്ണാഭരണം ഇട്ടുകൊണ്ട് ഗൾഫുകാരന്റെ ഭാര്യ സുഖിച്ചിരിക്കുമ്പോ, ഉസ്താദെ ഒരു മോതിരം എന്തിനാ? 8 ലക്ഷം കടവുണ്ട് ഉസ്താദെ, ദുആ ചെയ്യാൻ. നിനക്ക് 1 രൂപ കടവില്ല, 8 ലക്ഷം വീടിനകത്തിരിക്കുന്നുണ്ട്. നിന്റെ വീടിന്റെ അലമാരിക്കകത്ത് 10ഉം 25ഉം പവൻ നീ കെട്ടിവെച്ചിട്ടുണ്ട്. നിനക്ക് മനസ്സില്ല. പക്ഷേ കടക്കാരിയായ കേറിക്കിടക്കാൻ വീടില്ലാത്ത പെങ്ങള് തന്റെ കയ്യിൽ കിടന്ന് ദൂരിത്തരുന്നത് അതൊരു മനസ്സാ. അത് അള്ളാഹു കൊടുക്കുന്നതാ. അത് അള്ളാഹു കൊടുക്കുന്നതാ. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് 1 രൂപ സദഖ കൊടുക്കണമെങ്കിൽ 70 ശൈത്താൻ കയ്യിൽ പിടിക്കും. 70 ശൈത്താൻ കയ്യിൽ പിടിച്ചിട്ട് പറയും, ദാരിദ്ര്യം വരും, മക്കളെ കെട്ടിക്കണം, വീട് വെക്കണം, കൊറോണ വരുന്നുണ്ട്, ലോക്ക്ഡൌൺ വരും, കച്ചവടം തകർന്നു പോകും, അതുകൊണ്ട് കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്ന് 70 ശൈത്താന്മാര് കയ്യിൽ പിടിച്ചുകൊണ്ട് പറയും. ആ 70 പേരെ തള്ളിയിട്ടാലേ നിനക്ക് 1 രൂപ സദഖ കൊടുക്കാൻ കഴിയൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതാണ് ചിന്തിക്കേണ്ടത്. എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ സദഖ കൊടുക്കാൻ പറ്റൂ. അത് നല്ല കാര്യത്തിന് വേണ്ടി ഗാനമേളയ്ക്ക് കൊടുക്കാം, ഫുട്ബോൾ കളിക്ക് കൊടുക്കാം, ഫ്ലക്സ് വെക്കാൻ കൊടുക്കാം, അല്ലെങ്കിൽ പത്രത്തിൽ വരുമെങ്കിൽ കൊടുക്കാം. അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സദഖ കൊടുക്കണമെങ്കിൽ അതിന് അള്ളാഹ് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യണം. അള്ളാഹു നമുക്ക് ഈവ നൽകുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. എന്തിനു വേണ്ടി എന്നറിയുമോ? ഈ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി ഒരു 5 സെന്റ് വാങ്ങാൻ, ഒരു 5 സെന്റ് സ്ഥലം വാങ്ങാൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ, അവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഇബ്ലീസ് കടന്നു വന്നു ഓരോ മനുഷ്യന്റെ ചാരത്തും, ഓരോ വ്യക്തിയുടെ ചാരത്തും ഇബ്ലീസ് കടന്നു വന്നു. 70 അല്ല 700 എണ്ണം അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. കൊടുക്കല്ലേ കൊടുക്കല്ലേ. ഇന്ന് നിങ്ങൾ അവരെ പരാജയപ്പെടുത്തിയാൽ, ഇന്ന് നിങ്ങൾ ആരെങ്കിലും അവനെ പരാജയപ്പെടുത്തിയാ, പെങ്ങളെ രക്ഷപ്പെടും. പെങ്ങളെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇന്ന് അവരെ പരാജയപ്പെടുത്തിയാ, മരണസമയത്ത് നിന്നെ പിഴപ്പിക്കാൻ വരുമ്പോ അവനെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സദഖത്തു റദ്ദുൽ ബലായ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് വരാനിരിക്കുന്ന മാരകമായ രോഗങ്ങളും അപകടങ്ങളും ഇതൊക്കെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമല്ലോ. ക്യാൻസർ മരുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? ഏത് രോഗത്തിനും മരുന്നുണ്ട് പെങ്ങള്, ഏത് രോഗത്തിനും മരുന്നുണ്ട് പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവര് രോഗം വന്നാ സദഖ കൊണ്ട് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സത്യമല്ലേ മോളെ പറഞ്ഞത്? ഉസ്താദേ, എന്റെ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്, എന്റെ ശരീരത്തിൽ ഒരു മുഴയുണ്ട്, ഡോക്ടർ ടെസ്റ്റിന് അയച്ചിരിക്കുകയാ, ക്യാൻസർ ആണോ എന്നറിയാ. അപ്പൊ നിനക്ക് 500ഉം 1000ഉം കൊടുക്കാൻ മനസ്സുണ്ടല്ലോ. അപ്പൊ പടച്ചവനെ വരുന്ന ഉസ്താദേ, ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്, എനിക്കൊന്നുമാകരുത്, എനിക്കൊന്നുമാകരുത്. പള്ളിക്ക് ഞാൻ 1000 തരാ, 500 തരാ. എന്തിനാ കാത്തിരിക്കുന്നത്? എന്തിനാ കാത്തിരിക്കുന്നത്? ഗൾഫിൽ കിടക്കുന്ന ഭർത്താവിനോട് അറബി പറഞ്ഞിന് നാട്ടിൽ പൊക്കോ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടാ പോകുകയാണ്. പാവങ്ങളെ
വീടിന്റെ മുന്നിൽ വന്ന് ചോദിച്ചപ്പോ കൊടുക്കാത്തവർ, ജോലി നഷ്ടപ്പെടുമെന്ന് കേൾക്കുമ്പോ പള്ളിക്ക് കൊടുക്കാൻ തയ്യാറാകുന്നില്ലോ. എന്തിനാ കാത്തിരിക്കുന്നത്? എന്തിനാ അതുവരെ കാത്തിരിക്കുന്നത്? സദഖത്തുറത്തുൽ ബലായ, സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്നാണ്. ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. അവർക്ക് വീട് വെക്കാനല്ല, അവർക്ക് അടിച്ചു പൊളിക്കാനല്ല, അവർക്ക് സുഖിക്കാനല്ല, അല്ലാഹുവിന്റെ പള്ളിയുടെ ഒരു വരുമാനത്തിന് വേണ്ടി ഒരു സെന്റ് ഭൂമി വാങ്ങാനോ. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിയുമോ? അത് നിങ്ങൾക്ക് കഴിയുമോ? അല്ലാഹുവേ, ആരെല്ലാം സദഖ കൊടുക്കുന്നുണ്ടോ അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. ഏതെങ്കിലും മാരകമായ ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, കിഡ്നി രോഗം, കരൾ രോഗം, ഏതെങ്കിലും രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടോ? ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാ. ഒരു പനിയാക്കി മാറ്റണേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത ഒരു രോഗവും കൊടുക്കല്ലേ അല്ലാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ സമ്പത്ത്, അള്ളാഹു കൊടുത്ത സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാനുള്ള ഒരു മനസ്സ്, അതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അപ്പൊ മഹാനവറുകൾക്ക് ഉണ്ടായിരുന്ന മൂന്നാമത്തെ ഗുണം അതായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 4, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അവിടെ വായിച്ചു നോക്കുമ്പോ അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന 4ാമത്തെ ഗുണമെന്തെന്നറിയുമോ? അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. തങ്ങൾക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ വല്ലാത്ത ഭയമായിരുന്നു. പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു പോകുന്നത് ഓർത്തിട്ട് വല്ലാത്ത പ്രയാസമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ചരിത്രം എടുത്തു നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭയത്തെ കുറിച്ച് അറിയണമെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ കരയുകയാണ്. ഉസ്മാൻ തങ്ങൾ കരയുകയാണ്. ഖബർ കണ്ടു കഴിഞ്ഞാൽ ഉസ്മാൻ തങ്ങൾ ഖബറിന്റെ ചാരത്തിങ്ങനെ കരഞ്ഞ് തളർന്നു വീഴുമായിരുന്നു. അത്രയ്ക്കും പേടിയായിരുന്നു. സ്വഹാബത്ത് ചോദിക്കുന്നു, ഉസ്മാൻ തങ്ങളെ, നരകം പറയുമ്പോ നിങ്ങൾ ഇതുപോലെ കരയാറില്ലല്ലോ, മരണം പറയുമ്പോ നിങ്ങൾ ഇതുപോലെ കരയാറില്ലല്ലോ, മഹ്ശറയെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ഇതുപോലെ കരയാറില്ലല്ലോ, എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ വല്ലാതെ കരയുന്നല്ലോ, ഖബർ കണ്ടാ കരയുന്നല്ലോ ഉസ്മാൻ തങ്ങളെ? അതിന്റെ കാരണം എന്താണെന്ന് ഉസ്മാൻ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഞാൻ ഖബർ കാണുമ്പോ കരയാറുള്ള കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കരയാറുണ്ടോ? നമ്മൾ ഖബറിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നമുക്കൊരു പേടിയുണ്ടോ സഹോദരാ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോ ഖബറിനെ കുറിച്ച് പറയുമ്പോ കരയുകയാണ്. കരയാറുള്ള കാരണം എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഖബറിന്റെ അകത്ത് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ്. ആരെങ്കിലും ഖബറിനകത്ത് പരാജയപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയം
പരാജയപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങൾ കരയാനുള്ള കാരണം എന്തെന്നറിയുമോ? അവിടെ പറഞ്ഞു, സ്വഹാബ, ഉസ്മാൻ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ എന്റെ കൂടെ മാതാപിതാക്കളും ഭാര്യയും മക്കളും കൂടപ്പറപ്പുകളും കുടുംബക്കാരും കൂട്ടുകാരും ഉണ്ടല്ലോ. ഉസ്മാന് ഒറ്റയ്ക്കല്ലല്ലോ. ഈ സദസ്സിലിരിക്കുന്ന പെങ്ങള്, ഇന്ന് നീ ജീവിക്കുമ്പോ നിന്റെ കൂടെ നിന്റെ ഉമ്മയുണ്ട്, നിന്റെ ബാപ്പയുണ്ട്, നിന്റെ ഭർത്താവുണ്ട്, നിന്റെ മക്കളുണ്ട്, നിന്റെ കുടുംബക്കാരുണ്ട്, നിന്റെ കൂടപ്പറപ്പുണ്ട്, നിന്റെ കൂട്ടുകാരുണ്ട്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോ അവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല. അല്ലാഹുവേ, ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങളെ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാരും അവരുടെ അനുയായികളും മുഴുവനും നാളെ പരലോകത്തുണ്ടല്ലോ. ഇനി അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകിയാൽ ആ സ്വർഗത്തിൽ അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂടെ നിനക്ക് സ്വർഗത്തിൽ നടക്കാമല്ലോ. ഇനി അല്ലാഹു എങ്ങാടും നിങ്ങളെ നരകത്തിൽ വലിച്ചെറിഞ്ഞാൽ ആ നരകത്തിൽ അബൂജഹലും ഉത്ബത്തും ശൈബത്തും നമ്രൂദും ഖാറൂനും ഫിറഔനും ഇബ്ലീസുമല്ല ആ നരകത്തിലുണ്ടല്ലോ. എവിടെ പോയാലും ആള് കൂടെയുണ്ടല്ലോ. എവിടെ പോയാലും ആള് കൂടെയുണ്ടല്ലോ. പക്ഷേ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. എന്റെ വഴുത് കേൾക്കാമെന്ന ചെറുപ്പക്കാരോട്, വാപ്പമാരോട്, ഉമ്മ പെങ്ങളോട് പറയുകയാ, ഇന്നിവിടന്ന് വഴുത് കടിഞ്ഞ് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നോ. ഭക്ഷണം കടിച്ച് എല്ലാവരും കിടക്കാൻ തയ്യാറാകുമ്പോ നിന്റെ വീടിന്റെ അകത്ത്, ബെഡ്റൂമിന്റെ അകത്ത് ലൈറ്റ് അണച്ച്, ഫാൻ അണച്ചിട്ട്, വീട്ടിലെ ലൈറ്റ് മുഴുവനും അടച്ചിട്ട് നിനക്കൊരു 5 മിനിറ്റ് ഒറ്റയ്ക്കിരിക്കാൻ കഴിയുമോ പെങ്ങളെ? നീ രാത്രിയിലിരിക്കണ്ട. നാളെ ഉച്ച സമയത്ത് 12 മണിയാകുമ്പോ നിന്റെ റൂമിന്റെ അകത്ത് വാതിലടച്ചിട്ട് ഒരു 5 മിനിറ്റ് നിനക്കൊറ്റയ്ക്കിരിക്കാൻ പേടിയല്ലേ? കാരണം നീ ഒറ്റയ്ക്കിരുന്ന് ശീലിച്ചിട്ടില്ലല്ലോ. എങ്കിലല്ലാ സുമാരുതങ്ങൾ പറയുകയോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ വീട്ടുകാര് മുഴുവനും നിന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് അവസാനം 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തിയിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടില് തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. നിന്റെ മയ്യത്ത് കുളിപ്പിച്ച് വീടിന്റെ അകത്ത് 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് നിന്റെ വാപ്പയും നിന്റെ ഭർത്താവും നിന്റെ സഹോദരനും വിളിച്ചു പറയുകയാ, പുതിയാ പോകുകയാണ്, പുതിയാ പോകുകയാണ്. കാണേണ്ടവരൊക്കെ കണ്ടുകൊള്ളാറ്. അങ്ങനെ മയ്യത്ത് കാണാ തിരക്ക് കൂട്ടുമ്പോ നിന്റെ ഉപ്പയാ പറയുന്നത്, നിന്റെ ഭർത്താവാ പറയുന്നത്, നിന്റെ പൊന്നുമക്കളും പറയുന്ന കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാ. അല്ലാഹുവേ, 3 കറ്റം വെള്ള തുണിയിൽ 3 കെട്ടുകൾ കെട്ടികെട്ട് പൊതിഞ്ഞിട്ട് ഇവിടത്തെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലിന്റെ മുകളിലേക്ക് നിന്റെ ജനാസ എടുത്തു വെക്കുമല്ലോ. അപ്പടാടാ നിലവിളി കേൾക്കുന്നത്, നെഞ്ചു പൊട്ടികെട്ട് കരയുന്നത് കേൾക്കുന്നതപ്പടാ. ഏതൊരു മനുഷ്യന്റെയും ഹൃദയം പിടഞ്ഞു പോകുന്നതപ്പഴാട്. മരണ വീട്ടിൽ നിന്ന് മയ്യത്ത് വീടിന്റെ വെളിയിലേക്ക് ഇറക്കുമ്പോ എന്റെ ഉപ്പാരെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാരെ കൊണ്ടുപോകല്ലേ, എന്റെ ഇക്കാരെ കൊണ്ടുപോകല്ലേ എന്ന് നെഞ്ചു പൊട്ടിയിട്ട് മക്കള് കിടന്ന് വിലവിളിക്കുന്ന ഒരു ദിവസം വരുമല്ലോ. അവസാനം ഇവിടത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കാരം കഴിഞ്ഞോ 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ച് പലകയെടുത്ത് നിരത്തിയിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ.
ഇടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും പറയുന്നു മഅസ്സലാമാ. ഒറ്റയ്ക്കാ മോളെ, വീടിന്റെ റൂമിന്റെ അകത്ത് ഒറ്റയ്ക്കിരിക്കാ പേടിച്ച നീ ഖിയാമത്ത് നാള് വരെ, നാളെ മഹ്ശറയുടെ ദിനം വരെ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിന്റെ അകത്ത് കിടക്കാതിരക്ക് ധൈര്യമുണ്ടോ? എങ്ങനെ കിടക്കും വാപ്പാ? അതുകൊണ്ടാണ് ഉസ്മാൻ തങ്ങൾ പറയുന്നത്, ഖബർ പറയുമ്പോ എനിക്ക് ഖബർ കാണുമ്പോ ഞാൻ ഒറ്റയ്ക്ക് പോയി കിടക്കണമല്ലോ അല്ലാ. അതോർത്തത് കൊണ്ടാ എന്റെ കണ്ണ് നിറയുന്നത്. അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, അല്ലാഹുണ്ടടാ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്ക്. ഫമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ഒരു കടുകുമണിയുടെ അളവ് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നാളെ റബ്ബ് നിന്നോട് ചോദിക്കുമല്ലോ. അതുകൊണ്ട് എന്തേ ചിന്തിക്കാത്തത്? അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചുകൂടെ? അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചുകൂടെ? അല്ലാതെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നെഞ്ചു പിരിച്ച് സർവ്വതും മറന്നുകൊണ്ട് നടക്കുന്നവരില്ലേ? കള്ള് കുടിക്കുന്നവരില്ലേ? വ്യഭിചരിക്കുന്നവരില്ലേ? പലിശ തിന്നുന്നവരില്ലേ? നിസ്കരിക്കാത്തവരില്ലേ? വാപ്പാ, പ്രായം ചെന്നിട്ട് പോലും നിനക്ക് നന്നാകാൻ കഴിയാത്തത് എന്തുകൊണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് വരട്ടെ. പെങ്ങളെ, അല്ലാഹു കേറട്ടടി നിന്റെ ഹൃദയത്തിന്റെ അകത്ത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം നിന്റെ ഹൃദയത്തിന്റെ അകത്ത് വരട്ടെ. അല്ലാഹു നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കേറിയാൽ നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും സുലൈഖാ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരുടെയും ലവ് സ്റ്റോറി കേൾക്കാൻ കൊതിക്കുന്നവരല്ലേ? യൂസുഫ് നബിയെ പ്രണയിച്ച സുലൈഖയുടെ ചരിത്രം കേൾക്കാൻ കൊതിക്കുന്ന പെങ്ങളെ, നിനക്കറിയുമല്ലോ ഈജിപ്തിന്റെ ഭരണാധികാരിയായ അതാ പടച്ചവനെ സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ മണിയറയുടെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലേക്ക് കയറി പിടിച്ചിട്ട്, യൂസുഫേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് യൂസുഫേ, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുമോ? യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സുലൈഖ എന്ന് പറയുന്ന സുന്ദരിയായ പെണ്ണവിടന്ന് യാചിച്ചപ്പോ അല്ലാഹ് ഖാല മആദല്ലാഹ്, സുലൈഖ പേടിയാ, സുലൈഖ എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. പറയണവടാ ചെറുപ്പക്കാരാ, പാപം ചെയ്യാൻ അവസരം കിട്ടുന്ന സമയത്ത്, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്ന സമയത്ത് പറയണം, ഇന്നീ അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ. നിനക്കറിയുമോ യൂസുഫ് നബിയെ കയറി പിടിച്ച സുലൈഖയുണ്ടല്ലോ, ആ സുലൈഖാ ബീവി റളിയല്ലാഹു തആല അൻഹ എന്തുകൊണ്ടാണ് യൂസുഫ് നബിയെ കയറി പിടിച്ചത്? സ്നേഹം കൂടിയത് കൊണ്ടല്ലോ, സ്നേഹം കൂടിയത് കൊണ്ടല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാം വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിന്റെ ഭരണാധികാരിയായി സുലൈഖാ ബീവിയെ വിവാഹം കഴിച്ചു. സുലൈഖാ ബീവിയെ വിവാഹം കഴിച്ചു. അത് മാത്രം കേട്ടാ പോരാ, യൂസുഫ് നബിയുടെയും സുലൈഖാ ബീവിയുടെ ചരിത്രത്തിന്റെ അവസാനം പഠിക്കൂ. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖയെ വിവാഹം കഴിച്ചു. മണിയറക്കകത്ത് കടന്നു ചെന്നപ്പോ സുലൈഖ പരിഗണിക്കുന്നില്ല, സുലൈഖ സഹകരിക്കുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, സുലൈഖ, അല്ലാഹു ഹറാമാക്കിയപ്പോ, അല്ലാഹു ഹറാമാക്കിയപ്പോ എന്നോടുള്ള സ്നേഹം കാരണം നീ എന്നെ കേറി പിടിച്ചവളാ. ഇന്ന് അല്ലാഹു ഹലാലാക്കി തന്നല്ലോ, നീ എന്റെ ഭാര്യയാണല്ലോ, എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ സുലൈഖ. എന്തേ
പരിഗണിക്കാത്തത്? എന്തേ സഹകരിക്കാത്തത്? സുലൈഖാ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യൂസുഫേ, അന്ന് നിന്നെ കേറി പിടിക്കാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ ഹൃദയം നിറയെ നീയായിരുന്നു യൂസുഫേ, എന്റെ ഹൃദയം നിറയെ നീയായിരുന്നു യൂസുഫേ. നിന്നോട് എനിക്ക് വല്ലാത്ത പ്രണയമായിരുന്നു, നിന്നോട് എനിക്ക് വല്ലാത്ത ഭ്രാന്തായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ ഞാനെന്ന് കേറി പിടിച്ചത്. പക്ഷേ ഹൃദയത്തിന്റെ അകത്ത് നീയില്ല യൂസുഫേ, എന്റെ ഹൃദയത്തിന്റെ അകത്ത് നീയല്ല. എനിക്ക് അല്ലാഹനെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് അല്ലാഹരോട് വല്ലാത്ത സ്നേഹമാ. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ പരിഗണിക്കാൻ പറ്റാത്തത്, നിന്നോട് സഹകരിക്കാൻ കഴിയാത്തത് എന്ന് സുലൈഖാ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹനോടുള്ള പേടി വരണം ചെറുപ്പക്കാരാ. പ്രതിഫലം എന്തെന്നറിയോ? നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, സദഖ കൊടുക്കുന്നവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിച്ചവന് സ്വർഗമുണ്ട്. പക്ഷേ അല്ലാഹ് പറയുകയാ, ഒരാൾക്ക് രണ്ട് സ്വർഗമാ.